ഹലോ, വെൽക്കം ടു ഐശ്വര്യ ഹർഷിത് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്രിസ്മസ് റിലേറ്റഡ് ഒരു വ്ളോഗാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും നമ്മളൊരു പുൽക്കൂടൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യും, ക്രിസ്മസ് വരുന്നതിന് മുന്നേ എങ്ങനെ സെറ്റ് ചെയ്ത് എല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊക്കെ ഭംഗിയാക്കുന്നുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനു മുന്നേ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ മെറി ക്രിസ്മസ് വിഷസ് അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് വ്ളോഗിലോട്ട് പോവാം. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഞാൻ ഈ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റിന് നമുക്കിതിൻ്റെ ഡയമെൻഷൻ നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ലെങ്ത്ത് കണ്ടോ, ഈ താഴത്തെ ഈ ഒരു ബേസ് ഞാൻ എടുത്ത ലെങ്ത്ത് എന്ന് വെച്ചാൽ 20 ഇഞ്ചസ് ആണ്. പിന്നെ ഈ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചസാണ് എടുത്തത്. പിന്നെ ഈ ഒരു സ്ട്രക്ചർ, ഈ മൊത്തം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വുഡിൻ്റെ ഈ റീപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. എൻ്റെ കയ്യിൽ കട്ടർ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് ഞാൻ ഇതിന് മെഷർ ചെയ്ത് കണക്കായിട്ട് ആ കട്ടർ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൻ്റെ ഈ വോള്, ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ വോള് എന്ന് പറയുന്നത് പ്യുവർ കാർഡ്ബോർഡാണ്. ഈ കാർഡ്ബോർഡ് എല്ലാവർക്കും കിട്ടും ഈ സാധനം ഈസിലി. അപ്പോൾ ആ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഈ പുറത്തുള്ള ഈ വോളൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ എന്താ പറയുക, നിങ്ങൾ കാണുന്നുണ്ടാവും കുഞ്ഞു കുഞ്ഞ് സ്റ്റിക്സ്, അത് ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. നമുക്ക് ത്രെഡ് ഹൗസിലൊക്കെ ഈസിലി അവൈലബിൾ ആണ് ഇതൊരു ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഒരു വോൾ, ഒരു സ്റ്റൈൽ കൊടുക്കുന്ന പോലെ നമുക്ക് എന്താ ഇഷ്ടാനുസരണം അത് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ അത് ഫിക്സ് ചെയ്തിട്ടുള്ളത്, ഒരു കുഞ്ഞ് ജനലും വോളും പോലെ. പിന്നെ ഈ സൈഡിലുള്ളത് ഫുള്ള് എന്താ പറയുക, ഒരു ചെറിയ ഗേറ്റ് പോലെ കൊടുത്തതെല്ലാം റീപ്പേഴ്സ് കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ്. പിന്നെ ഇതിന് ബ്രൗൺ കളർ പെയിൻറ്റ് അതിന് മാച്ചിങ് ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേലത്തെ വൈക്കോൽ പോർഷനാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കോൽ നമുക്ക് പശുവുള്ള വീട്ടിലും പിന്നെ എന്താ പറയുക അങ്ങനത്തെ എടുക്കാൻ നല്ല ഈസിലി കിട്ടും. അപ്പോൾ അത് ഒരു കണക്കായിട്ട് ഈ കാർഡ്ബോർഡിന് കണക്കായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ഫെവിക്കോൾ ഒരു 2/4 പോർഷൻ, അത് നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് വെള്ളത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഡൈല്യൂട്ട് ചെയ്തു. ഫെവിക്കോൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ വൈക്കോലിനെ ആ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് അങ്ങനെ തന്നെ വെച്ചതാണ്. അന്നേരം ഒന്നും നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെച്ചാൽ അത് അതുപോലെ നിന്നോളും. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു അത് പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ത്രെഡ്, അതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വൈക്കോലിൻ്റെ കളർ ത്രെഡ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാക്കാണ് യൂസ് ചെയ്തത്. അതിൻ്റെ മേലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്നാൽ അവിടെ അങ്ങ് ഒതുങ്ങി നിന്നോളും. ഓൾറെഡി ഈ ഗമ്മിൽ ഇത് നിൽക്കുന്നുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ വിൻഡോ, അതും ഈ എല്ലാ സാധനങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് ഇത് എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ബൈൻഡായി നിന്നേന്ന്, ഇതൊക്കെ ഫെവിക്കോളും പിന്നെ ചെറിയ ആണിയുണ്ട് അതും വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ബൈൻഡ് ചെയ്തത്. അപ്പോൾ പെർഫെക്റ്റ്ലി നല്ല ഫിറ്റിലാണ് നിൽക്കുന്നത്, പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്കിത് എടുത്ത് പൊന്തിക്കാം, എവിടെ വേണമെങ്കിലും ഇത് കൊണ്ടുപോയിട്ട് വെക്കാം ഈസിലി. എന്താ പറയുക, ഒന്നും പേടിക്കാനില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം, അത്ര സ്ട്രോങ് ആൻഡ് പെർഫെക്റ്റ് ആൻഡ് ഫിറ്റാണ്. ഇനി ബാക്കി ഇതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബാക്കി ഡെക്കറേഷൻ പണിയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനൊരു പുല്ലിൻ്റെ ഒരു ഗ്രീനറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് കണക്കായിട്ട് ഇതിപ്പോൾ നമുക്ക് ടൗണിലെല്ലാം അവൈലബിൾ ആണ്. ഇവിടെ മുനീശ്വരൻ കോവിൽ സൈഡൊക്കെ ഒരുപാടുണ്ട്, കണ്ണൂരാണെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ മാറ്റ്സ് കിട്ടും. ഇത് നമ്മൾ പുറത്തൊക്കെ ഇടാൻ യൂസ് ചെയ്യുന്ന മാറ്റ്. അപ്പോൾ ഇത് ഞാൻ കണക്കായിട്ട് ഈ ടേബിളിന് കണക്കായിട്ട് കട്ട് ചെയ്ത് മേടിച്ചതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഞാനിത് ഈ പുറത്ത് ഈ ഔട്ടർ പോർഷനിലാണ് വെക്കുന്നത്. ഫസ്റ്റ് ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്തു, ഇതിന് കണക്കായിട്ട് വെച്ചു. ഇത് വേണം കുറച്ച് ബാക്കൗട്ട് ആക്കിയിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടി കയറും. ഓക്കെ, ഇതിപ്പോൾ സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് ഉണ്ട്, അവിടെയും കൂടി ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കണക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും വെക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ ഞാനൊന്നും സെറ്റ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വെക്കാനുണ്ട്. അപ്പം ഫസ്റ്റായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ആണി ഉണ്ട് വെച്ചിട്ട്, അപ്പോൾ ഞാൻ അവിടെ ഒരു ഏഞ്ചലിനെ തൂക്കാൻ പോവാണ്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ മതി, ആണി വെച്ചുകൊണ്ട്. കണ്ടോ, അവിടെ അങ്ങനെ നിന്നോളൂ അത്. പിന്നെ ഓൾറെഡി ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു അണീൻ്റെ മേലെ ഒരു സ്റ്റാർ ഇവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ സിൽവറാണ് വെച്ചത്. പിന്നെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ പുറത്ത് ഷെഡിൽ ജസ്റ്റ് ഞാനൊന്ന് ആനിമൽസിനെ എടുത്ത് വെക്കുന്നുണ്ട്. അത് പിന്നെ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതൊരു പശുവാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത് വെക്കുന്നു. അപ്പോൾ സെക്കൻഡ് അതുപോലത്തെ വേറൊന്നുണ്ട്.
പിന്നെ ഒരു ക്യാമൽ ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഉണ്ണി യേശു. അപ്പോൾ യേശുവിനെ ഞാൻ വെക്കുകയാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഒരു സെൻട്രലായിട്ട് ഇത് യേശുവിനെ വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഇതാ ഈ ഒരു സ്റ്റാച്ചു ആണ്. ഞാനിതും ഇതിൻ്റെ തൊട്ട ബാക്കിലായിട്ടാണ് വെക്കുന്നത്. അതിനെ വെച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് ഈ രണ്ടും കൂടി ഞാൻ അതിൻ്റെ സൈഡായിട്ട് വെക്കുന്നുണ്ട്. ഇതാ ഇപ്പം ഇതാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും സെറ്റ് ചെയ്യാനുണ്ട്. ഇനി ഇത് ഒരു ആട്ടിടയനാണ്. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു കോർണറിൽ ഉള്ളിൽ തന്നെ ഞാൻ പ്ലേസ് ചെയ്യുകയാണ്. ഒരു കോർണറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പം അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇപ്പുറത്തെ സൈഡിലും ഞാൻ അതുപോലെ ഒന്ന് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉള്ളിൽ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് വെക്കുന്നത് നോക്കാം. ഇപ്പോൾ പുറത്ത് കുറച്ച് ഷീപ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ, അതാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതാ ഷീറ്റ്സ് ഒക്കെ സെറ്റായി. ഇനി കുറച്ചും കൂടി സ്റ്റാച്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിവിടെ യേശുവിനെ ആ ടൈം കാണാൻ വന്ന ഇതായിട്ടുള്ള കുറച്ച് ഇതായിട്ട് ഞാൻ വെക്കാൻ പോവാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ആക്ച്വലി ഇതൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാം മേടിച്ചതൊന്നുമല്ല. ഇതൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ കളിക്കാനൊക്കെ ഉണ്ടാകുന്ന ഐറ്റംസ് തന്നെയാണ്. ഇതൊക്കെ റാബിറ്റ് ഉണ്ട്, പിന്നെ ഹോഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അന്നേ കയ്യിൽ സേവ് ചെയ്ത് വെച്ചോണ്ട് അതൊക്കെ ഇപ്പം ഇതിൻ്റെ നടുക്ക് ചെറിയ ചെറിയ ഇതാക്കി വെക്കുന്നുണ്ട്. റാബിറ്റ്സ് നല്ല ക്യൂട്ടാണ്. അതിനെ ഞാൻ ഈ ഒരു സൈഡിലായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാമലുണ്ട്. ക്യാമലിനെയും ഇവിടെ വെക്കുന്നു. ഇത് ജസ്റ്റ് വീഴൊന്നുമില്ല. ഈ പുല്ലിൽ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ബൈൻഡാക്കി കൊടുത്ത് അവിടെ അങ്ങ് നിന്നോളും. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അതാണ് ഈ ഒരു ഗ്രാസിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ. അപ്പോൾ ഇതാ അടുത്ത ഹോസിനെ ഞാനിത് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. പിന്നെ ഇതാ ഒരു കുഞ്ഞു റാബിറ്റ് കൂടിയുണ്ട്. അതിനെയും ഞാനിത് ഈ ഒരു ഗ്യാപ്പിൽ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഏകദേശം ഇവിടുത്തെ ഡെക്കറേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചുകൂടെ ഡെക്കറേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഡെക്കറേഷൻസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ എക്സ്ട്രാ എന്താണെന്ന് ഇപ്പം വെച്ച് കഴിഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോളിസ്റ്ററാണ്. നമുക്ക് ഈ പില്ലോസിൻ്റെ ഉള്ളിലൊക്കെ കിട്ടും. ഇത് അല്ലാണ്ട് തന്നെ കിട്ടുമായിരിക്കും ചിലപ്പോൾ ഡെക്കറേഷൻ. നമ്മൾ സ്നോ ഇല്ല, ആർട്ടിഫിഷ്യൽ സ്നോ ആയിട്ടാണ് ഇത് വെച്ചത്. ജസ്റ്റ് ഇവിടെ വൈക്കോലിൻ്റെ മേലെ ഇത് ഇങ്ങനെ വെച്ചാൽ അവിടെ നിന്നോളും. അതാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ താഴെ ഗ്രാസിലും ഇതിൻ്റെ മേലെ സെറ്റ് ചെയ്തത്. പിന്നെ എക്സ്ട്രാ ചെയ്തത് നമ്മുടെ ലൈറ്റ്സ് ആണ്. ലൈറ്റ്സ് 2 ടൈപ്പ് ഓഫ് ലൈറ്റ്സ് ആണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഒന്ന് സാധാ നമ്മൾ ഡെക്കറേഷൻ ലൈറ്റ്സ് റൂംസിലൊക്കെ വെക്കുന്നത്. പിന്നെ ഇതൊരു നല്ല ഹാങ്ങിങ് ഒരു ഡ്രോപ്പ് പോലത്തെ ഒരു ലൈറ്റാണ്. ഇതൊക്കെ എല്ലാ ഷോപ്സിലും ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട്. അപ്പോൾ അതാ ഒന്ന് വെച്ചിട്ടുള്ളത്. അതിന് മേലെ നമ്മൾ ബോർഡർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ സൈഡിലുമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ കുറേ വലിച്ച് നീട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എക്സ്ട്രാ എടുത്ത് കാണിക്കാനത്. അത് ലാസ്റ്റ് ഫൈനൽ ഡെക്കറേഷനിൽ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വെച്ചത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ്. അത് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഈ ഡെക്കറേഷൻ ഇങ്ങനത്തെ കുഞ്ഞു പീസസ് ആക്കിയിട്ട് നമുക്കൊരു വലിയൊരു ഇതുപോലെ കിട്ടും. അത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഓരോ ഇതിൽ വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒരു ഷൈൻ ചെയ്യാൻ പോലെ. പിന്നെ നമ്മുടെ ബെൽസ്, കുഞ്ഞു കുഞ്ഞു ബോൾസ്, സ്റ്റാർസ്. ഓൾമോസ്റ്റ് ഞാൻ ക്രിസ്മസ് ട്രീ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എന്താ പറയുക പുൽക്കൂടും ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു സാന്റനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതും ഒന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഇതിൻ്റെ ഫൈനൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വിഷ്വൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ല. നമ്മളിത് ലൈറ്റ് ഇവിടെ പ്ലഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം രാവിലെ ആയതുകൊണ്ടാണ് ലൈറ്റ് എത്രത്തോളം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിലെ ലൈറ്റ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഇതിൻ്റെ രാത്രിയത്തെ ഒരു വിഷ്വൽ നിങ്ങൾക്കായിട്ട് എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഇതിൻ്റെ ഫുൾ ആ ഒരു ഭംഗി കാണിച്ചു തരുന്നതായിരിക്കും ഈ ലൈറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതാ ഫൈനൽ ഇതാ ഞാൻ പറഞ്ഞില്ലേ 2 ടൈപ്പ് ഓഫ് ലൈറ്റ്സ് ഉണ്ട് ഇതാ ഇത് ഇവിടെ ഹാങ്ങിൽ ഇങ്ങനെ തന്നെ കത്തിക്കോളും പിന്നെ മേലെ നിന്ന് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് അതും കത്തിക്കോളും അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ലൈറ്റിന് നമ്മൾ ട്രീക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് രാത്രിയായിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് കാണുക അപ്പം ഇതാണ് നമ്മുടെ ക്രിസ്മസിലെ വിശേഷങ്ങളും ഡെക്കറേഷൻ്റെ കാര്യങ്ങളും ഒക്കെ അപ്പം ഞങ്ങൾ എല്ലാ ഇയറും അതായത് ഇപ്പം ഞങ്ങൾ വിഷു ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ എല്ലാ ഇയർ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ആ സമയമാകുമ്പോൾ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് സ്റ്റാറൊക്കെ ഹാങ് ചെയ്ത് ഇത് അവിടെ ഒരു സ്റ്റാർ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം സ്റ്റാർ ഓൾറെഡി ഹാങ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ മെറി ക്രിസ്മസ് വിഷസ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കണ്ടൻസിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പം 2-3 ആൾക്കാർ ഞങ്ങൾക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ വരുന്ന വ്ളോഗിൽ അത് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബൈ ബൈ